BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നതിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതിലൂടെ നാട്ടിൽ മുഴുവൻ മദ്യം ഒഴുകാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് മുൻ എക്സൈസ് മന്ത്രി MV രാജേഷ് വ്യക്തമാക്കുന്നത്. കേരളത്തിൽ മദ്യമൊഴുക്കി നികുതി ഇളവിലൂടെ സർക്കാരിന് വലിയ വരുമാന നഷ്ടമുണ്ടാക്കുന്നതിന് പിന്നിലെ താല്പര്യം എന്താണെന്ന് ചോദ്യമുയർത്തി. കർണാടക മദ്യലോബിയാണ് ഇതിന് പിന്നിലുള്ളതെന്നും ഇതിന് എത്ര കിട്ടി എന്ന് VD സതീശൻ മറുപടി പറയണമെന്നുമാണ് MV രാജേഷ് ആവശ്യപ്പെടുന്നത്. വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ ലഭ്യമാകുന്നത് സ്പിരിറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മദ്യമാണ്. LDF സർക്കാരിന്റെ കാലത്ത് പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിച്ച് വീര്യം കുറഞ്ഞ മദ്യം നിർമ്മിക്കാൻ അനുമതി കൊടുത്തിരുന്നു. അത് കൃഷിക്കാരെ സഹായിക്കാനായിരുന്നു. എന്നാൽ അതിന് വൈനിന്റെ അതേ നികുതിയാണ് ഏർപ്പെടുത്തിയത്. ഇത്തരത്തിൽ മദ്യത്തിന് 251% ഇപ്പോൾ നികുതിയുള്ളത്. സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ മദ്യത്തിനാണ് 120% നികുതി കുറച്ചത്. ഒരൊറ്റ കമ്പനിയുടെ ആവശ്യമായിരുന്നു അത്. ഇതേ ആവശ്യം ഉന്നയിച്ച് ആ കമ്പനി LDF സർക്കാരിനെയും സമീപിച്ചിരുന്നു. എന്നാൽ അന്ന് സർക്കാർ അതിനെ വഴങ്ങിയില്ല. നികുതി കുറച്ചത് ഈ കമ്പനിക്ക് വലിയ വിപണി കിട്ടാൻ സഹായിക്കും. അതിനുള്ള സഹായമാണ് സർക്കാർ നൽകിയത് എന്നാണ് MV രാജേഷ് എടുത്തു പറയുന്നത്. കൂടാതെ ഇത് റെഡി ടു ഡ്രിങ്ക് പാനീയമായതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ദൂഷ്യവശങ്ങളെ കുറിച്ച് MV രാജേഷ് എടുത്തു പറയുന്നുമുണ്ട്. നികുതി കുറക്കുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യം വ്യാപകമാവുകയും സുലഭമാവുകയും ചെയ്യും. അപ്പോൾ ശീതള പാനീയം പോലെ കുട്ടികളും യുവജനങ്ങളും അത് ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ടെന്നും മദ്യത്തിനെതിരെ വലിയ പ്രചാരണം നടത്തിയവരാണ് ഇത്തരം തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നതെന്നും MV രാജേഷ് വിമർശിച്ചു. അതേസമയം LDF സർക്കാരിന്റെ കാലത്ത് ഇതേ ആവശ്യം വന്നപ്പോൾ അതിന്റെ ദോഷവശങ്ങൾ ആലോചിച്ച് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് പറയുന്ന ധനകാര്യമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ് നികുതി ഇളവിലൂടെ കുറഞ്ഞത് 600 കോടി രൂപയുടെ നഷ്ടം സർക്കാരിനുണ്ടാക്കുന്നത്. ഈ ത്യാഗം സഹിക്കാനുണ്ടായ കൊടുക്കൽ വാങ്ങൽ എന്താണെന്ന് പുറത്തു വരണമെന്നും മുൻ മന്ത്രി ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ സംസ്ഥാനത്ത് മദ്യമൊഴുക്കാനുള്ള വിസ്മയമാണോ ഇതെന്നും ചോദിക്കുന്നുണ്ട്. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇരുട്ടടി നൽകുന്ന ബഡ്ജറ്റാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചതെന്നും MV രാജേഷ് ആരോപിക്കുന്നുണ്ട്. 1534 കോടി രൂപ ബഡ്ജറ്റിൽ വെട്ടിക്കുറച്ചതും മറ്റും തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ ലംഘനമാണെന്നും മുൻ മന്ത്രി MV രാജേഷ് ചൂണ്ടിക്കാട്ടി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.